Hello dears, welcome to the class. Today we are going to discuss about our second unit. Okay, let's start our class. Fill the cells. A game with tokens. Fill the cells with tokens numbered from 1 to 100. Minha and friends are playing this game. You can also play it. Your teacher also will help you. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യത്തെ റോ നോക്കൂ, 1 to 10 വരെയാണ് ഉള്ളത് അല്ലേ. പിന്നെ തന്നിരിക്കുന്നത് 1, 11, 21, 100. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 1 കഴിഞ്ഞാൽ പിന്നെ താഴെ തന്നിരിക്കുന്നത് 11 ആണ് അല്ലേ. 11 കഴിഞ്ഞാലോ 21. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എത്രയായിരിക്കും? 10 ആണ് അല്ലേ. ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. 1 കഴിഞ്ഞാൽ 1 + 10 11, 11 + 10 21. അപ്പോൾ നെക്സ്റ്റ് ഏതായിരിക്കും? 21 + 10 31, 41, 51, 61, 71, 81, 91 വരെ അത് പോകും അല്ലേ. അപ്പോൾ 2 കഴിഞ്ഞാൽ എത്രയായിരിക്കും? 12 ആയിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ 10 ആഡ് ചെയ്താൽ നമുക്ക് 32, 42, 52, 62, 72, 82, 92 അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ 3യുടെയും 4ൻ്റെയും 5ൻ്റെയും ഒക്കെ കൂടെ 10 ആഡ് ചെയ്ത് നമുക്കിങ്ങനെ താഴോട്ട് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് 100 വരെ എത്തും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ബോക്സ് ഫില്ലായി. Where will you put token 65? How did you find it out? Put the tokens from 1 to 100 in the correct places. What is the connection between the numbers in the yellow cells? Find other patterns and color them. അപ്പോൾ നമുക്ക് 65 ഒക്കെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമ്മൾ കണ്ടു അല്ലേ. 55 കഴിഞ്ഞിട്ട് പിന്നെ 10 ആഡ് ചെയ്താൽ 65 കിട്ടും. അതുപോലെ തന്നെ എല്ലാം നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 1 to 100 വരെ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്നത് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അവ തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ്. ഇത്രയും നേരം നമ്മൾ 10 ആഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. ഇനി യെല്ലോ കളറിലുള്ള ബോക്സ് തന്നിരിക്കുന്ന നമ്പേഴ്സാണ്. ഏതൊക്കെയാണ്? 1, 12, 23, 34, 45, 56, 67, 78, 89, 100. ഇതിനൊക്കെ നമ്മൾ റെഡ് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കൂ. എത്ര ഡിഫറൻസ് ആണ്? 10 ആണോ? 1 + 10 എത്രയാണ് വരുന്നത്? 11 ആണ്. പക്ഷേ ഇത് 12 ആണ് അല്ലേ. അപ്പോൾ 1 + 11 = 12 കിട്ടും. ഇനി 23 കിട്ടാൻ എത്ര വേണം? 12 + 11 = 23. 23 + 11 34, 34 + 11 45, 45 + 11 56, 56 + 11 67, 67 + 11 78, 78 + 11 89, 89 + 11 100. അപ്പോൾ അവ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് 11 ഡിസ്റ്റൻസ്. സ്കൂൾ സ്റ്റോറാണ്. മിൻഹ ബോട്ട് തിങ്സ് വർത്ത് 100 rupees. വാട്ട് കുഡ് ഷീ ഹാവ് ബോട്ട്? സ്കൂൾ സ്റ്റോറിൽ നിന്ന് മിൻഹ 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാം? ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ക്രയോൺസിന് 25 ആണ്, പെന്ന് 20, സ്കെച്ച് പെൻസ് പാക്കറ്റാണ് 40, നോട്ട്ബുക്ക് ₹60, മാർക്കേഴ്സ് പാക്കറ്റായിട്ടാണ് 75, സ്കെയിൽ 25, ബ്രൗൺ പേപ്പർ 25. ഇത്രയുമാണ് റേറ്റ്. അപ്പോൾ മിൻഹയുടെ കയ്യിൽ 100 rupees ആണുള്ളത്. 100 rupeesന് എന്തൊക്കെ സാധനങ്ങൾ മിൻഹയ്ക്ക് വാങ്ങാം? അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ചാലോ. എന്തൊക്കെ വാങ്ങാം? മിൻഹയ്ക്ക് സ്കെച്ച് പെൻസ് വാങ്ങാം, പിന്നെയോ നോട്ട്ബുക്കും വാങ്ങാം. സ്കെച്ച് പെന്നിന് എത്രയാണ്? 60 rupeesഉം നോട്ട്ബുക്കിന് 40 rupeesഉമാണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 100 rupees വരും. ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? 60 + 40 = 100. പിന്നെ വാങ്ങാൻ കഴിയുന്നത് ക്രയോൺസും മാർക്കേഴ്സും ആണ്. 25 rupees ക്രയോൺസിനും മാർക്കേഴ്സിന് 75ഉം. പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കെയിലാണ്. സ്കെയിലിന് 25 rupeesഉം മാർക്കേഴ്സിന് 75 rupeesഉം ആണ്. അപ്പോൾ 100 rupees ആയി. അതുപോലെ തന്നെ ബ്രൗൺ പേപ്പറും മാർക്കറും വാങ്ങാം. എത്രയാണ്? 100 rupees. അപ്പോൾ 100 rupeesന് ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഓരോ പെയറായിട്ട് വാങ്ങാം. പെൻസിൽ കമ്പനി. മിൻഹാസ് ഫാദർ ഹാസ് എ പെൻസിൽ കമ്പനി.
10 pencils are to be put in each packet and 10 packets in each box. മിൻഹയുടെ ഫാദറിന് പെൻസിൽ കമ്പനിയാണ്. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 പെൻസിലാണ് ഉള്ളത്. അങ്ങനെ പാക്കറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബോക്സിലേക്ക് മാറ്റും. അപ്പോൾ ആ ബോക്സിൽ 10 പാക്കറ്റുകളാണ് വെക്കുക. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര പെൻസിലാണുള്ളത്? എത്രയാണ്? 10 ആണ് അല്ലേ? പിന്നെ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. പാക്കറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ബോക്സിലേക്ക് വെക്കും അല്ലേ? ആ ഒരു ബോക്സിൽ എത്ര പാക്കറ്റാണുള്ളത്? അത് 10 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സിൽ എത്ര പെൻസിൽസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? 10 പെൻസിലാണ് ഒരു പാക്കറ്റിലുള്ളത് അല്ലേ? അങ്ങനെയുള്ള 10 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 10 + 10 + 10 അങ്ങനെ 10 തവണ ആഡ് ചെയ്താലാണ് നമുക്കതിനുള്ള ആൻസർ കിട്ടുക അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഒരു എളുപ്പ വഴി എന്താണ്? 10 × 10 എത്രയാണ് വരുന്നത്? 100. See how the pencils are boxed. Write the number of pencils in the empty cells of the table below. പെൻസിലുകളൊക്കെ ബോക്സിലാക്കി കഴിഞ്ഞു. ഇനി ഓരോ ബോക്സിലും എത്ര പെൻസിൽസ് ഉണ്ടെന്ന് പറയണം. ഒരു ബോക്സിൽ 10 പെൻസിൽസിൻ്റെ പാക്കറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 10 × 10 എത്രയാണ്? 100. അപ്പോൾ 2 ബോക്സ് ആണെങ്കിലോ 200, 5 ബോക്സസ് ആണെങ്കിൽ 500, 4 ബോക്സ് ആണെങ്കിൽ 400, 6 ബോക്സ് ആണെങ്കിൽ 600, 3 ആണെങ്കിലോ 300, 8 ആണെങ്കിൽ 800, 7 ബോക്സസ് ആണെങ്കിൽ 700, 9 ബോക്സസ് ആണെങ്കിൽ 900. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? ഒരു ബോക്സിൽ 100 ആണെങ്കിൽ 2 ബോക്സിൽ 100 + 100 200, 5 ബോക്സ് ആണെങ്കിൽ 100 100 100 100 100 അങ്ങനെ 5 തവണ കൂട്ടുമ്പോൾ 500. അങ്ങനെ ഓരോ ബോക്സും നമ്പർ അനുസരിച്ച് കൗണ്ട് ചെയ്ത് എഴുതണം. ഇനി ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പെൻസിൽ വുഡ് ബി ദർ ഇൻ 10 ബോക്സസ്. 10 ബോക്സ് ആണെങ്കിലോ എങ്ങനെയായിരിക്കും? 100 × 10 1000, 1000 പെൻസിലാണ് ഉണ്ടാവുക. Manma store wants 1,000 pencils. Minha and her father packed 2 bags with the same number of boxes in each. How many pencils were there in each bag? മേന്മ സ്റ്റോറിന് 1000 പെൻസിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മിൻഹയും അവളുടെ ഫാദറും കൂടി 2 ബാഗിലാക്കിയിട്ടാണ് അത് കൊണ്ടു കൊടുക്കുന്നത്. ഓരോ ബാഗിലും സെയിം നമ്പറാണ്. അതായത് ഒരു ബാഗിലുള്ള അതേ നമ്പർ തന്നെയാണ് അടുത്ത ബാഗിലും ഉള്ളത്. അപ്പോൾ എത്രയായിരിക്കും? രണ്ടുപേരും പറയാണ്. മിൻഹ പറയാണ് സോ ഹെവി, നല്ല കനം. അപ്പോൾ സെയിം ആയിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 1000ൻ്റെ സെയിം ആക്കണം നമുക്ക്. എങ്ങനെയാണ്? 1000ൻ്റെ ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 10ൻ്റെ പകുതി എത്രയാണ്? 5 ആണ്. 100ൻ്റെ പകുതി എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 1000ൻ്റെ പകുതി എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 2 പേരുടെ ബാഗിലും 500 വെച്ചിട്ടാണ് പെൻസിൽസ് ഉള്ളത്. അപ്പോൾ ഒരു ബാഗിൽ 5 ബോക്സസ് ആണ് ഉണ്ടാവുക അല്ലേ? ഒരു ബോക്സിൽ 100 പെൻസിൽ വെച്ചിട്ടുള്ള 5 ബോക്സുകളാണ് ഒരു ബാഗിൽ ഉണ്ടാവുക. ഹൗ മെനി, എത്ര എണ്ണം? ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്. വെയിറ്റ് കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ബാഗിൽ നിന്ന് അച്ഛൻ്റെ ബാഗിലേക്ക് മാറ്റിക്കോളാൻ അല്ലേ? അപ്പോൾ നോക്കാം. ആദ്യം 300 + 700 1000. മിൻഹയുടെ ബാഗിൽ നിന്ന് 200 എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ 700 ആയി അച്ഛന്. ഇനി ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? അതുപോലെ തന്നെ മിൻഹയുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് 100 + 900. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടും. 1 + 9 10 ആണ് അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ 100 + 900 = 1000. പിന്നെ 200 + 800 1000, 400 + 600 1000. ഇങ്ങനെയൊക്കെ ഒരു ബാഗിൽ നിന്ന് മറ്റു ബാഗിലേക്ക് മാറ്റാം. Nanma store, they gave 800 pencils to Nanma store in 2 bags. How many pencils in each bag? 800 ആണ് കൊടുത്തത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യത്തെ ബാഗിൽ 400 + 400, രണ്ടാമത്തെ ബാഗിൽ അങ്ങനെ 800 കൊടുക്കാം. പിന്നെയോ 100 ആണ് ആദ്യത്തെ ബാഗിൽ. അപ്പോൾ മറ്റേ ബാഗിൽ എത്രയായിരിക്കും? 700 ആയിരിക്കും. ഇനിയുള്ളത് എങ്ങനെയാണ്? 200 + 600.
അപ്പോഴും 800 ആണ്. അതുകൂടാതെ ഇനിയൊരു ഓപ്ഷൻ ഉള്ളത് 300 പ്ലസ് 500 800. ഇങ്ങനെയൊക്കെ 2 ബാഗിലാക്കി 800 ആക്കി അവർക്ക് കൊടുക്കാം. സ്പ്ലിറ്റ് ഇൻറ്റു ഹൺഡ്രഡ്സ്. 700നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൺഡ്രഡ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 300 പ്ലസ് 400 700. ഇനി എങ്ങനെയൊക്കെ മാറ്റാം? 100 പ്ലസ് 600 700 ആകും. അതുപോലെ തന്നെ 200 പ്ലസ് 500 അപ്പോഴും നമുക്ക് 700 കിട്ടും ഇല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് 900 ആണ്. 900 എങ്ങനെയൊക്കെ ആക്കാം? 900 ആക്കാൻ 100 പ്ലസ് 800, പിന്നെയോ 200 പ്ലസ് 700, 300 പ്ലസ് 600, 400 പ്ലസ് 500. ഇങ്ങനെയൊക്കെ നമുക്ക് 900നെ ഹൺഡ്രഡ്സായി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ചോദിച്ചിരിക്കുന്നത് 600 ആണ്. 600നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് നോക്കാം. 100 പ്ലസ് 500 അപ്പോൾ 600 കിട്ടി അല്ലേ? 400 പ്ലസ് 200 അപ്പോഴും 600 കിട്ടി. 300 പ്ലസ് 300 അപ്പോൾ എത്ര കിട്ടി? 600 കിട്ടി. ഇനി പറഞ്ഞിരിക്കുന്നത് ഓരോ നമ്പേഴ്സിനെയും ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. അതായത് പകുതി പകുതി സെയിം നമ്പർ ആയിരിക്കണം. അപ്പോൾ 200 എന്ന് പറയുന്നത് 100 പ്ലസ് 100 ആണ് 200 വരുന്നത്. 500 ആണെങ്കിലോ 250 പ്ലസ് 250 500. 300 പ്ലസ് 300 ഈക്വൽ ടു 600 600 കിട്ടും. 700 ആണെങ്കിലോ 350 പ്ലസ് 350 കൂട്ടുമ്പോഴാണ് നമുക്ക് 700 കിട്ടുക. 900 ആണെങ്കിൽ 450 പ്ലസ് 450. മിസ്റ്റേക്ക്. Minha was asked to pack 870 pencils for the school. In packets of 100 and 10, she filled 7 packets of 100 and 8 packets of 10. How many did she pack in all? How many more are there to be packed? സ്കൂളിലേക്ക് 870 പെൻസിൽസ് കൊണ്ടുപോകണം. അപ്പോൾ മിൻഹയാണ് പാക്ക് ചെയ്തത്. പക്ഷേ തെറ്റിയിട്ട് മിൻഹ എങ്ങനെ പാക്ക് ചെയ്തു? 7 പാക്കറ്റ്സ് 100ൻ്റെ 7 പാക്കറ്റ്സും അതുപോലെ തന്നെ 10 എണ്ണത്തിൻ്റെ 8 പാക്കറ്റ്സും ആക്കി. അപ്പോൾ 100ൻ്റെ 7 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 700 ആണ് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ 10ൻ്റെ 8 പാക്കറ്റ് എന്ന് പറയുന്നത് 10 × 8 80. അപ്പോൾ ടോട്ടൽ 780 ആണ് മിൻഹ പാക്ക് ചെയ്തത്. പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടത് എത്രയായിരുന്നു? 870 പെൻസിൽസ് ആയിരുന്നു. അതായത് 7 പാക്കറ്റ്സിന് പകരം 8 പാക്കറ്റ്സ് പാക്ക് ചെയ്യണം. പിന്നെയോ 10 എണ്ണമുള്ള 8 പാക്കറ്റിന് പകരം എത്ര വെച്ചാൽ മതി? 7 പാക്കറ്റ് വെച്ചാൽ മതി. പക്ഷെ അതിന് പകരം മിൻഹ തെറ്റി 7 പാക്കറ്റ് വെച്ചു. 100ൻ്റെത് 1 കുറച്ച് 7 എണ്ണം വെച്ചു. അപ്പോൾ ഇനി എത്ര പെൻസിൽസ് വെക്കണം? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? 870 ആണ് കൂടുതൽ അല്ലേ? അപ്പോൾ 870 മൈനസ് 780. അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 90 കിട്ടി. 1s പ്ലേസിലുള്ള 0 മൈനസ് 0 ഈക്വൽ ടു 0. 7 മൈനസ് 8. 7ൽ നിന്ന് 8 മൈനസ് ആയി പോവില്ല. അപ്പോൾ 8ൽ നിന്ന് 1 ബോറോ ചെയ്തു. അപ്പോൾ 17 മൈനസ് 8 ഈക്വൽ ടു 9 കിട്ടി. ഇനിയുള്ളത് 7 മൈനസ് 7 ആണ് 0. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 90 ആണ്. ഇനി 90 പെൻസിൽസ് മിൻഹ പാക്ക് ചെയ്യണം. പെൻഷൻ 200 rupees to the milkman, 500 rupees to the grocery, 100 rupees to Minha to be given. അപ്പോൾ മുത്തശ്ശിക്ക് പെൻഷൻ കിട്ടി അല്ലേ? അപ്പോൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? 200 rupees മിൽക്ക് ആണ്. അതുപോലെ തന്നെ 500 rupees ഗ്രോസറിക്കും 100 rupees മിൻഹയ്ക്കുമാണ്. ഹൗ മച്ച് ഇൻ ഓൾ? എല്ലാം കൂട്ടി എത്രയാണ് വന്നത്? 200 പ്ലസ് 500 പ്ലസ് 100 ആണ്. ടോട്ടൽ വരുന്നത് 200 പ്ലസ് 500 700 പ്ലസ് 100 800. എല്ലാം കൂട്ടി മുത്തശ്ശി കൊടുക്കേണ്ടത് 800 rupees ആണ്. 800 രൂപ. മിൻഹ പറയാണ്, I will deposit the 100 rupees grandma gave me in my piggy bank.
മുത്തശ്ശി തന്ന 100 റുപ്പീസ് അവളുടെ പിഗ്ഗി ബാങ്കിൽ നിക്ഷേപിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അച്ഛൻ പറയാണ്, ഐ വിൽ ഗിവ് യു 1 റുപ്പി ഈച്ച് ഡേ. ഞാൻ നിനക്ക് ഓരോ ദിവസവും ഓരോ രൂപ കൂടി തരാം. മിൻഹ wrote in a card how much she had in her money box each day. Can you complete it? ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേ 100 റുപ്പീസാണ് ഉള്ളത്. സെക്കൻഡ് ഡേ അച്ഛൻ 1 രൂപ കൊടുക്കും അല്ലേ. എല്ലാ ദിവസവും ഓരോ രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം 1 രൂപ കിട്ടിയപ്പോൾ 100 + 1 101. അപ്പോൾ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ 1 രൂപ കിട്ടിയിട്ടില്ല. മുത്തശ്ശി കൊടുത്തതിന് ശേഷമാണ് അച്ഛൻ കൊടുക്കാൻ തുടങ്ങിയത്, രണ്ടാമത്തെ ദിവസം മുതൽ അല്ലേ. അപ്പോൾ ഫിഫ്ത്ത് ഡേയോ 100 + 4 ആയിട്ടുള്ളൂ, 4 റുപ്പീസ് ആയിട്ടുള്ളൂ. കാരണം രണ്ടാമത്തെ ദിവസം മുതലാണല്ലോ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം 1 രൂപയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം 2 രൂപ, നാലാമത്തെ ദിവസം 3 രൂപ, അപ്പോൾ അഞ്ചാമത്തെ ദിവസമോ 4 രൂപ അല്ലേ. അപ്പോൾ ആറാമത്തെ ദിവസം എത്ര രൂപയാണ് വരുന്നത്? 5 രൂപ. ഏഴാമത്തെ ദിവസമായിരിക്കും 6 രൂപയാവുന്നത്. 8th ഡേ അത് 7 രൂപയാകും. 9th ഡേ അത് 8 രൂപയാണ്. 108. 100 റുപ്പീസ് മുത്തശ്ശി കൊടുത്തതുണ്ട്, അതിൻ്റെ കൂടെ ഈ ഓരോ രൂപ കൂടെ കൂട്ടണം. പിന്നെ 10th ഡേ എന്ന് പറയുന്നത് 100 + 9 109. 11th ഡേ ആണ് എത്ര വരുന്നത്? 100 + 10 110 റുപ്പീസ്. ഹൗ മച്ച് ഓൺ ദ 21st ഡേ? 21ാമത്തെ ദിവസം എത്ര രൂപയായിരിക്കും? 100 + 20 120 റുപ്പീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതുപോലെ പോവുകയാണെങ്കിൽ ഹൗ മച്ച് ഓൺ ദ 54th ഡേ? 54ാമത്തെ ദിവസമോ? 100 + 53. അപ്പോൾ 153 റുപ്പീസ് ആയിരിക്കും 54ാമത്തെ ദിവസം മിൻഹയുടെ കയ്യിൽ ഉണ്ടാവുക. 54ാമത്തെ ദിവസം ശരിക്കും മിൻഹയുടെ കയ്യിൽ 154 രൂപ 154 റുപ്പീസാണ് ഉണ്ടാവേണ്ടിയിരുന്നത് ഓരോ ദിവസവും ഓരോ രൂപ കൊടുക്കുമ്പോൾ. പക്ഷേ ആദ്യത്തെ ദിവസം അച്ഛൻ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ 1 രൂപ കുറയാൻ കാരണം. Health survey. A health survey is being conducted. They visit houses in the order of their numbers. They reach Minha's home and the house number is 296. Write the numbers of the houses they are going to visit next in the correct order. You can also color the houses. ഹെൽത്ത് സർവേയുടെ ഭാഗമായിട്ട് മിൻഹയുടെ വീട്ടിലും എത്തി. അപ്പോൾ കുറേ വീട്ടിൽ ഉണ്ട് അല്ലേ. മിൻഹയുടെ വീട്ട് നമ്പർ 296 ആണ്. ബാക്കിയുള്ള വീടുകൾക്കും ഓർഡറായിട്ട് നമ്പർ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൗസസിനൊക്കെ കളർ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. 295 296, ഇനി വരുന്നത് 297 298 299 300 301 302 303 304 305 306 307 308 309 310 311 വരെയുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീടുകൾക്ക് കളർ കൊടുക്കണം, അതുപോലെ നമ്പർ ഇട്ട് കൊടുക്കുകയും വേണം. Price of pencils. Annie bought a box of pencils from the factory where Minha's father's shop. The price was ₹300. In what denominations would he give given the following notes and coins? മിൻഹയുടെ ഫാദറിൻ്റെ ഫാക്ടറി ഉണ്ട് അല്ലേ, പെൻസിൽസ്. അവിടെ നിന്ന് പെൻസിൽ ബോക്സ് വാങ്ങിച്ചു. എത്രയാണ്? 300 റുപ്പീസാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ക്യാഷ് കണ്ടില്ലേ, അതെങ്ങനെയൊക്കെ ആക്കി മിൻഹയുടെ ഫാദറിന് കൊടുക്കാം. 300 റുപ്പീസാണ്. അപ്പോൾ 100ൻ്റെ ആണെങ്കിലോ 3 100 റുപ്പീസ് നോട്ട് ചേർന്നാൽ നമുക്ക് 300 റുപ്പീസ് ആവും. പിന്നെയോ 200 + 100, 200ൻ്റെ ഒരു നോട്ടും 100ൻ്റെ ഒരു നോട്ടും കൊടുത്താൽ 300 ആകും. പിന്നെ വരുന്നത് 200 + 2 50 രൂപയുടെ നോട്ട്, 50 റുപ്പീസിൻ്റെ 2 നോട്ട് കൊടുത്താൽ 300 ആകും ഇല്ലേ. അതുപോലെ തന്നെ 10 എണ്ണത്തിൻ്റെ 30 നോട്ട് കൊടുത്താൽ 300 ആകും. പിന്നെയോ 1 രൂപ കോയിനാണെങ്കിൽ 300 1 റുപ്പി കോയിൻസ് കൊടുത്താൽ
300 ആകും. അതുപോലെ ഇനിയും ഡിനോമിനേഷൻസ് ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, കണ്ടുപിടിക്കണം. ഓക്കെ. If each note and coin in the picture is taken together, how much rupees would it be? ചിത്രത്തിൽ തന്നിരിക്കുന്ന എല്ലാ നോട്ട്സും ഒരുമിച്ച് ചേർത്ത് ഒരു സംഖ്യയാക്കുക. എന്നിട്ട് ആ സംഖ്യ ഉപയോഗിച്ച് ഒരു അബാക്കസ് തയ്യാറാക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? 500 ഉണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്, 50, 20, 10. പിന്നെ കോയിൻസ് 5, 2, 1 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 888 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1 പ്ലേസിൽ 8, 10 പ്ലേസിൽ 8, 100 പ്ലേസിൽ 8. 800 plus 80 plus 8 equal to 888. What is the number shown in the abacus? ആദ്യത്തെ അബാക്കസിൽ കാണിച്ചിരിക്കുന്നത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100ൻ്റെ അവിടെ 2 എണ്ണമാണുള്ളത്. 10 ആണെങ്കിലോ 1 2 3 4 5 6. 1ൻ്റെ അവിടെ 1 2 3 3 എണ്ണം അല്ലേ. അപ്പോൾ എത്ര വരും? 100ൻ്റെ അവിടെ 2 ആണെങ്കിൽ 200. 10ൻ്റെ അവിടെ 6 എണ്ണമാണ്. അപ്പോൾ 10 × 6 60. 1ൻ്റെ അവിടെ 3 ആണ്. അപ്പോൾ 3 × 1 3. അപ്പോൾ എമൗണ്ട് വരുന്നത് 200 + 60 + 3 263. നെക്സ്റ്റ് വരുന്നതോ 100 3 എണ്ണം, 10s ഇല്ല, 1ൻ്റെ അവിടെ ഒരെണ്ണമാണ് ഉള്ളത്. അപ്പോൾ 301 ആണ് വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ബീഡ്സ് ടു മേക്ക് ഇറ്റ് 764 ഇൻ ദിസ് പിക്ചർ. 764 ആകുമ്പോൾ 4 1s പ്ലേസിൽ 4, 10s പ്ലേസിൽ 6, 100 പ്ലേസിൽ 7. 7 ബീഡ്സ് വേണം. 100ൻ്റെ അവിടെ 6 ബീഡ്സ് ആണ്. 10ൻ്റെ അവിടെ 4 ബീഡ്സ്. 1ൻ്റെ അവിടെ. ഇനി പറഞ്ഞിരിക്കുന്നത് ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു നമ്പർ എഴുതി അബാക്കസ് വരയ്ക്കാനാണ്. ചെക്ക്. ലുക്ക് അറ്റ് ദ ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി ഇൻ വേർഡ്സ്. റൈറ്റ് ഇറ്റ് ആസ് എ നമ്പർ. മിൻഹയുടെ ഫാദർ എഴുതിയ ഒരു ചെക്കാണ്. അതിൽ എത്ര രൂപയാണ് എന്ന് വേർഡ്സിലാണ് എഴുതിയിട്ടുള്ളത്. നമ്പറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് എഴുതിയിരിക്കുന്നത്? പേ രാഘവൻ, കൊടുക്കുന്ന ആളുടെ പേരാണ്. ഓർ ബെയറർ. റുപ്പീസ് 1000 റുപ്പീസാണ്. 1000 എന്ന് പറയുമ്പോൾ അത് വേർഡ്സിലാണ്. നമ്പറിൽ എങ്ങനെ എഴുതും? 1000 1000. കംപ്ലീറ്റ് ദ ടേബിൾ. നമ്പറിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? 1 2 5. അതിനെ നമുക്ക് വേർഡ്സിൽ എഴുതണം. എങ്ങനെ എഴുതും? 1s പ്ലേസ്, 10s പ്ലേസ്, 100 പ്ലേസ് അല്ലേ. അപ്പോൾ 125. 100 + 20 + 5. അതിനെയാണ് നമ്മൾ 125 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട് 405. അപ്പോൾ 400 + 5 ആണ് 405. നെക്സ്റ്റ് 890. 800 + 90. അടുത്തത് 342. 300 + 40 + 2 = 342. നെക്സ്റ്റ് 617 എന്നാണ്. 600 + 10 + 7. 617. 550. 500 + 50. 550. നെക്സ്റ്റ് 261. അതെങ്ങനെയാണ്? 200 + 60 + 1 കൂടി ചേർന്നതാണ് 261. Bank deposit. Look at the pay-in slip of a bank. We have to write the number of notes of each denomination and the total amount. Minha's father gave 6 notes to deposit 800 rupees. What notes would he have given? ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ, ബാങ്കിലൊക്കെ പോയി. അപ്പോൾ എഴുതുന്നതാണ് പേ-ഇൻ സ്ലിപ്പ്. അതിൽ നമ്മൾ ഡിനോമിനേഷൻസ് എഴുതി കൊടുക്കണം. എന്താണ് ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ എത്ര രൂപയാണോ കൊടുക്കുന്നത്. കണ്ടില്ലേ ഡിനോമിനേഷൻ? 500ൻ്റെ എത്രയുണ്ട്, 200ൻ്റെ എത്രയുണ്ട്, 100, 50 ഇതൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ ടോട്ടൽ ലാസ്റ്റ് എഴുതണം. മിൻഹയുടെ ഫാദർ കൊണ്ടുപോയത് 6 നോട്ട്സ് ആണ്. ടോട്ടൽ വരുന്നത് 800 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? എങ്ങനെ ഡിനോമിനേഷൻ വരും?
500-ൻ്റെ നോട്ട് കൊടുക്കാൻ പറ്റുമോ? 2 എണ്ണം ഇല്ല അല്ലേ? 6 നോട്ടാണുള്ളത്. 200-ൻ്റെ കൊടുക്കുകയാണെങ്കിൽ 6 എണ്ണമാകുമ്പോൾ എമൗണ്ട് കൂടും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? 200-ൻ്റെ 2 നോട്ട് കൊടുക്കാം. അപ്പോൾ 400 രൂപയായി അല്ലേ? ഇനി 800-ൽ ബാക്കിയുള്ളത് 400 രൂപയാണ്. അപ്പോൾ 100-ൻ്റെ 4 എണ്ണം കൊടുക്കാം. അപ്പോൾ എത്രയായി ടോട്ടൽ? 6 നോട്ട്സായി, 800 റുപ്പീസുമായി. Okay dears, complete your textbook activities and study well. See you in next class. Thank you.